പ്ലസ് വണ്ണിലെ ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ആദ്യമായിട്ട് പറയാം. നമ്മൾ നോട്ടുകൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന നോട്ടിൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഭാഗത്തിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട് ഉണ്ടായിരിക്കും കൂടെ. അപ്പോൾ ആ നോട്ട് എന്ത് ചെയ്യുക, അതേപോലെ വൃത്തിയിൽ നിങ്ങൾ എഴുതിയെടുക്കുക എന്നുള്ള മുമ്പത്തെ നമ്മൾ ബ്രിഡ്ജ് കോഴ്സിൽ ഇരുന്ന ആളുകൾക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ നോട്ട് എഴുതുന്ന ഒരു ശീലം കൂടെ നമ്മളിതിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ പുതിയ ഒരു നോട്ട്ബുക്ക് വാങ്ങി നല്ല വൃത്തിയിൽ തന്നെ എഴുതുക. കാരണം നിങ്ങൾക്ക് ഈ നോട്ട്ബുക്ക് പിന്നീട് മനസ്സിലാവും, നിങ്ങൾക്ക് ഉപകാരപ്പെടും പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത്. ഒന്നാമത്തെ ഒരു ഡ്യൂട്ടി വരുന്നത് ആ നോട്ട് എഴുതിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ ഇനി പ്ലസ് വണ്ണിലെ നമ്മുടെ ഏത് ചാപ്റ്ററാണ് എടുക്കുന്നെങ്കിലും ആ ചാപ്റ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ NCERTയിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് പോകും. അപ്പോൾ ആ NCERTയിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഞാൻ പറയുന്നത്. അടുത്തത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അഡീഷണലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ചെയ്യും. ഇതിന് പുറമെ ഇതിൻ്റെ എൻട്രൻസ് വീഡിയോ വേറെ ഒന്നായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഫിസിക്സിൻ്റെ ചാപ്റ്റേഴ്സ് തുടങ്ങുകയാണ്. സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫിസിക്സിനെ ഒന്ന് പൊക്കി വെക്കും. ഞാൻ സാധാരണ എടുക്കുന്ന സമയത്ത് അത് ശരിക്കുള്ളതാണ്. നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു 80% വരുന്ന കുട്ടികൾക്കും ഫിസിക്സ് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ മുമ്പ് സാധാരണ കേട്ട് പഴക്കമുള്ളത് ഏതാ, മാത്സാണ്. പക്ഷെ മാത്സ് അത്ര ബുദ്ധിമുട്ട് തോന്നാതെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് ഫിസിക്സ് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ശരിക്ക് ടഫ് മാത്സ് ആണ് കേട്ടോ. നമ്മൾ അത്രയും ഹയർ ലെവലിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാത്സ് ടഫ് തന്നെയാണ്. അതേ ടഫ്നെസ് തന്നെ ഏതിലും വരും, ഫിസിക്സിലും വരും. അപ്പോൾ ഫിസിക്സിൻ്റെ ഒരാളായി മാറിയാൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ക്ലാസ്സിൽ ഉണ്ടാവുന്നൊരു വില ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരാളിങ്ങനെ നടന്നിങ്ങനെ പോവുകയാണെങ്കിൽ അത് ആ ഫിസിക്സ് ചെയ്യുന്ന ആ ചെക്കനാണ് അല്ലെങ്കിൽ ആ കുട്ടിയാണ് എന്നുള്ള ഒരു രീതിയിൽ ഒരു സമീപനം ബാക്കിയുള്ള കുട്ടികളിൽ നിന്നും അധ്യാപകരിൽ നിന്ന് വരെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഉപദേശിക്കുന്നത് ഇതാണ്, നിങ്ങളൊരു ഫിസിക്സിൻ്റെ വക്താവായിട്ട് മാറും. കാരണം അതിലെ ചോദ്യങ്ങൾ വളരെ രസകരമാണ്. നമ്മുടെ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട ചിന്തിച്ചാൽ കിട്ടുന്നതും എന്നാൽ ഒറ്റ നോട്ടത്തിൽ ഉത്തരം നൽകാനാവാത്തതുമായ ഒരുപാട് രസകരമായ ചോദ്യങ്ങളുണ്ട്. ഈ ചാപ്റ്ററിൽ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് പറയുന്നതാണ്. നമുക്ക് കൂടുതൽ വൈകാതെ എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കടക്കാം. ഞാൻ ആദ്യം ഫിസിക്സിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഒന്നാമത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ ഫിസിക്സിലോട്ടൊന്ന് അടുപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞാൻ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും അല്ലാതെ നമ്മൾക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ചാപ്റ്റർ ഇല്ല. എന്താണ് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഫിസിക്കൽ വേൾഡ് എന്ന് പറയും. അപ്പോൾ അത് ജസ്റ്റ് വായിക്കാനേ ഉള്ളൂ. നമ്മളെ പബ്ലിക് എക്സാമിനൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. രണ്ടാമത് വരുന്ന യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആണ്. യൂണിറ്റുകൾ ഏതൊക്കെയാണ് ഓരോന്നിൻ്റെ, അതൊരു സിമ്പിൾ ചാപ്റ്റർ ആയതുകൊണ്ട് അത് ഞാൻ തൽക്കാലം അവിടെ വെച്ച് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ പ്രോബ്ലമാറ്റിക് ആയില്ല, കുറേ പ്രോബ്ലംസ് നമുക്ക് മാറ്റി മാറ്റി പറയാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്റർ സെലക്ട് ചെയ്യുന്നത്. തുടങ്ങാം, നോക്കാം. ആദ്യം മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ അത് എടുത്തോന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്. ഒരു 1 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ അവരോട് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എടുത്തോ 1 ഡയമെൻഷണൽ മോഷൻ എടുത്തോ, അതില്ല എന്ന് പറയരുത്. ഇത് അതന്നെയാണ് ചാപ്റ്റർ. അല്ലെങ്കിൽ നമ്മൾ കേൾക്കും റെക്റ്റിലിനിയർ മോഷൻ. ഇതും ആരെന്നെയാണ്, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. അപ്പോൾ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ 1 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ റെക്റ്റിലിനിയർ മോഷൻ, ഇതൊക്കെ എന്താണ്, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിൻ്റെ എക്സാമ്പിളാണ്. ഈ അതിൽ പറയുന്ന മറ്റൊരു പേരാണ് ഈ റെക്റ്റിലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈനിലൂടെ കൃത്യമായി പോകുന്നതാണ് റെക്റ്റിലിനിയർ മോഷൻ. അതിനൊരു ബദലായിട്ട് വരുന്നതാണ് ആര്, ഇതിനുള്ള പേരല്ല, കർവിലിനിയർ മോഷൻ. കർവിലിനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു കർവ്ഡ് പാത്തിലാണ് പോകുന്നതെങ്കിൽ എന്ത് പറയും, കർവിലിനിയർ മോഷൻ എന്നും പറയും. ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ ആണെങ്കിൽ റെക്റ്റിലിനിയർ മോഷൻ. അപ്പോൾ നോക്കൂ, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈന് മറ്റൊരു പേര്, ഒന്ന് 1 ഡയമെൻഷണൽ മോഷൻ, മറ്റൊന്നോ റെക്റ്റിലിനിയർ മോഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടേംസുകളാണ് ഞാൻ ആദ്യത്തിൽ പറയുന്നത് കേട്ടോ. 2 ടേംസ് ഇപ്പോൾ നമ്മൾ കേട്ടോളൂ, 1 ഡയമെൻഷണൽ മോഷൻ, റെക്റ്റിലിനിയർ മോഷൻ, ഒരേ അർത്ഥം. അടുത്തത്
ഫിസിക്സിലെ മോഷൻ അതേപോലെ തന്നെ ഫോഴ്സ് ഇതൊക്കെ ബന്ധപ്പെട്ട് പഠിക്കുന്ന ഫിസിക്സിന്റെ ബ്രാഞ്ചാണ് ആര്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടേംസ് നമ്മൾ കേൾക്കും. നമ്മൾ കുറച്ചൊക്കെ ഓരോ ചാപ്റ്ററിന് ഓരോ പേരുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മോഷനെ സ്ട്രൈറ്റ് ലൈൻ, മോഷനെ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, റൊട്ടേഷണൽ മോഷൻ, ഇതൊക്കെ നമ്മളെ +1 ആദ്യ പാർട്ടിൽ വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ചാപ്റ്ററിന്റെ ഭാഗങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാം നിങ്ങൾ മെക്കാനിക്സ് പഠിച്ചു തരണം. മെക്കാനിക്സ് പറഞ്ഞാൽ അതൊക്കെ വന്നു. മോഷന്റെ സ്ട്രൈറ്റ് ലൈൻ, മോഷനുമായി ബന്ധപ്പെട്ട് മോഷന്റെ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഫോഴ്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ, അതേപോലെ തന്നെ വർക്ക് എനർജി, പവർ, റൊട്ടേഷണൽ മോഷൻ, ഇതൊക്കെ മെക്കാനിക്സിൽ വരുന്നതാണ്. അപ്പോൾ മോഷൻ, ഫോഴ്സ്, ടോർക്ക് ഇതൊക്കെ വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെക്കാനിക്സ്. അപ്പോൾ അങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് ശീലിച്ചോളൂ കേട്ടോ. എങ്ങനെ? ഇപ്പോൾ സാധാരണ രീതിയിൽ കുട്ടികൾ പറയാത്തതാണ് എന്ത്? മെക്കാനിക്സ് എന്ന ഒരു ഭാഗം. മെക്കാനിക്സ് പഠിച്ചു തീർന്നോ? അങ്ങനെ ഒരു രീതിയിൽ എന്ത് ചെയ്യാം നിങ്ങൾ പറഞ്ഞാലും നന്നാവും. അപ്പോൾ നമ്മൾ പറയുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്നത് ഫിസിക്സിന്റെ എന്താണ്? ഒരു ബ്രാഞ്ചാണ്. ഫോഴ്സ്, മോഷൻ ഇതൊക്കെയുമായി ബന്ധപ്പെട്ടതാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. മെക്കാനിക്സിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വരുന്ന അടുത്ത ടോപ്പിക്സ് ആണ് സ്റ്റാറ്റിക്സ്. അപ്പോൾ മെക്കാനിക്സിന്റെ അടുത്തൊരു നമ്മൾ സബ് ഡിവിഷൻ നടത്തിയതിൽ ഒന്നാണ് ആര്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക്സിന്റെ പ്രത്യേകത നമ്മൾ കൺസിഡർ ചെയ്യുന്ന ബോഡി റെസ്റ്റിലായിരിക്കും. അപ്പോൾ റെസ്റ്റിലുള്ള ഒരു ബോഡിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഏതെടുക്കുക? സ്റ്റാറ്റിക്സ് എന്ന് പറയും. അപ്പോൾ ആ ബോഡി റെസ്റ്റിലാണ്. അത് റെസ്റ്റിലാവണമെങ്കിൽ എല്ലാ ഭാഗത്തുനിന്നും ചിലപ്പോൾ ഒരേപോലെ ഫോഴ്സ് കിട്ടേണ്ടി വരും. അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് ആ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നത്? അങ്ങനെ റെസ്റ്റിലായിരിക്കുമ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിലാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ റെസ്റ്റിലുള്ള ബോഡിയും അതിനെ റെസ്റ്റിലാക്കിയ ഫോഴ്സുകളെ കുറിച്ചുള്ള പഠനമാണ് ആര്? സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു വിഭാഗമാണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ മൂവ് ചെയ്യാൻ കാരണക്കാരായ ഫോഴ്സുകളെ കുറിച്ച് അതിൽ പഠിക്കുന്നില്ല. റെസ്റ്റിലുള്ളത് സ്റ്റാറ്റിക്സ് ആണെങ്കിൽ മോഷനിലുള്ളത് ആരാണ്? കൈനമാറ്റിക്സ് ആണ്. മോഷനിലുള്ളത് തന്നെയാണ് ഡൈനാമിക്സും. പക്ഷേ കൈനമാറ്റിക്സിൽ മോഷന് കാരണക്കാരനായ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കില്ല. പക്ഷെ ഡൈനാമിക്സിൽ ആ ഫോഴ്സും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഉൾപ്പെടുത്തും. നമുക്ക് വളരെ സിമ്പിൾ അല്ലേ? ഒന്ന് മെക്കാനിക്സിൽ നമ്മൾ ബ്രാഞ്ചുകളാക്കി മാറ്റിയത് ഒന്ന് സ്റ്റാറ്റിക്സ് ആണ്, ബോഡി റെസ്റ്റിലാണ്. അടുത്തത് കൈനമാറ്റിക്സ് ആണ്, ബോഡി എന്തിലാണ്? മോഷനിലാണ്. പക്ഷെ അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. ഡൈനാമിക്സിലാണെങ്കിൽ ബോഡി മോഷനിലാണ്, പക്ഷെ കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ, എന്തുകൊണ്ട് അത് മൂവ് ചെയ്തു എന്നുള്ളതും കൂടെ പഠിക്കുന്നതാണ് ആര്? ഡൈനാമിക്സ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ കുറെ ടേംസുകൾ കേട്ടത്. മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ, അതിന്റെ മറ്റൊരു പേര് 1 ഡയമെൻഷണൽ മോഷൻ, അല്ലെങ്കിലോ റെക്ടിലിനിയർ മോഷൻ. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈനിൽ അല്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക? കർവിലിനിയർ മോഷൻ. ഇനി മോഷനുമായി ബന്ധപ്പെട്ട ഫിസിക്സിന്റെ ഒരു ടോപ്പിക് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ആര്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഒന്ന് സ്റ്റാറ്റിക്സ്, ബോഡി റെസ്റ്റിലാണ്. അതേപോലെ കൈനമാറ്റിക്സ്, ബോഡി മോഷനിലാണ് വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. അടുത്തത് ഡൈനാമിക്സ്, ആ കാരണത്തെ കൂടെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അത് നമുക്ക് ഡൈനാമിക്സ് എന്ന് വിളിക്കാം. ഇനി നോക്കും പോയിന്റ് ഒബ്ജക്റ്റ്. നിങ്ങൾ ഇവിടെ താഴെ കണ്ടിട്ടുണ്ടാവും. ഞാനിവിടെ അത് ഇങ്ങനെ എഴുതി പോയതാണ്. നമുക്കൊരൊറ്റ സ്ട്രെച്ചിൽ ഒരുപാട് കാര്യങ്ങൾ പറയാം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എഴുതി പോകുന്നത് കേട്ടോ. അപ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് ആണ് അടുത്തത് നമുക്ക് അറിയാനുള്ളത്. പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് വെരി സ്മാൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അത് കവർ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ സൈസ് ചെറുതാണെങ്കിൽ അത് പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഭൂമി വളരെ വലിയൊരു സാധനം, നമുക്ക് പരിചിതമായിട്ടുള്ള ഏറ്റവും വലിയ സാധനം ആരാണ്? നമ്മളെ ഏറ്റവും കോണ്ടാക്റ്റിൽ വരുന്നത് ഭൂമിയാണ്. പക്ഷെ ആ ഭൂമി പോലും പോയിന്റ് ഒബ്ജക്റ്റ് ആണ് സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ. കാരണം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഭൂമി, അതാണ് പോയിന്റ് ഒബ്ജക്റ്റിന്റെ മീനിങ്. അല്ലാതെ നമ്മുടെ കണ്ണിൽ അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല. അത് കവർ ചെയ്ത ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ സൈസ് വളരെ കുറവാണെങ്കിൽ ആ ബോഡിയെ നമ്മൾ എന്ത് വിളിക്കും? പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ സൈസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്.
ഇതാണ് പോയിന്റ് ഒബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, നമ്മൾ എന്ത് ചെയ്യും, ഓരോ ചാപ്റ്ററും പഠിക്കുന്ന നേരത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടേ പോവുള്ളൂ. നമ്മുടെ NCERT-യിൽ ഏറ്റവും ബാക്കിൽ വരുന്ന എക്സസൈസ് ഉണ്ട്. 2 തരം പ്രോബ്ലംസ് ആണ് NCERT-യിൽ ഉണ്ടാവുക. ഒന്ന്, നമ്മൾ പഠിച്ചു പോകുന്നതോട് കൂടെ തന്നെ വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ ഉണ്ടാവും. അതിൽ എല്ലാ സൊല്യൂഷനൊക്കെ കൊടുത്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ഒപ്പം തന്നെ അതിൻ്റെ പിൻഭാഗത്ത് ഏറ്റവും അവസാനത്തിലായിട്ട് കൊടുത്തിട്ടുള്ള നമുക്ക് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ള എക്സസൈസ് ഉണ്ടാവും, സാധാരണ ഉള്ള പോലെ തന്നെ. പക്ഷെ ഇതിൻ്റെ ഒരു വളരെ രസകരമായ കാര്യം, ഒരു +1 +2 കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും കാണുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ചിലപ്പോൾ നിങ്ങൾ 10th-ലൊക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്തവരുണ്ടാവാം. പക്ഷേ +1 +2-ൽ ഈ NCERT-യിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്ത കുട്ടികൾ വളരെ കുറവായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ ചെയ്യും. അത് നിങ്ങൾ നോട്ടിൽ എഴുതുകയും വേണം. നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യും. നോക്കാം. അങ്ങനെയാണെങ്കിൽ ആ എക്സസൈസിൽ വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സസൈസ് 3.1 ആണ്. 3ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടില്ല. ഒരു ട്രെയിൻ ഉണ്ട്. ആ ട്രെയിന് 2 സ്റ്റേഷനിടയിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം, സാധാരണ രീതിയിൽ 2 സ്റ്റേഷനുകൾ തമ്മിൽ വലിയൊരു ദൂരം ഉണ്ടാവും. ആ ദൂരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രെയിന് പോയിന്റ് ഒബ്ജക്റ്റ് ആണോ അല്ലയോ, അതാണ് ക്വസ്റ്റ്യൻ. പോയിന്റ് ഒബ്ജക്റ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ട്രെയിൻ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ പ്രകാരം 2 സ്റ്റേഷനുകൾക്കിടയിൽ നീങ്ങുന്ന ഒരു ട്രെയിൻ പോയിന്റ് ഒബ്ജക്റ്റ് ആണോ? ആണ്. അതാണ് ഒന്നാമത്തത്. അതിൽ തന്നെ ABCD 4 എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് പോയിന്റ് ഒബ്ജക്റ്റ് ആയത് അല്ലാത്തത് എന്നുള്ളത് തരം തിരിച്ച് കാണലാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ കഴിഞ്ഞ് വളരെ സിമ്പിൾ. അടുത്തത്, ഒരു സൈക്കിളിൽ ഒരാൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്, സർക്കുലാർ മോഷനിലാണ്. അതിനൊപ്പം തന്നെ ഒരു മങ്കി അതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ സർക്കുലാർ മോഷൻ വളരെ കണ്ടിന്യൂസ് ആണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സർക്കുലാർ മോഷനാണ്. അപ്പോൾ നല്ല രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടൊരു സർക്കുലാർ മോഷനിൽ പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം എന്താണെന്നറിയുമോ? ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ വട്ടത്തിലാണ് കറങ്ങുന്നതെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കറങ്ങാൻ കഴിയില്ല. എന്നാൽ വളരെ വലിയ വട്ടത്തിലാണെങ്കിലോ നല്ല സ്മൂത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറങ്ങാൻ പറ്റും. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്മൂത്തായിട്ട് കറങ്ങാൻ പറ്റുന്ന തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു മോഷനാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നത്. അങ്ങനെയെങ്കിൽ ആ മങ്കി പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. കാരണം നമുക്ക് അത്രയും കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, സ്മൂത്താണ്, കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യങ്ങൾ തന്നത് കൊണ്ട് ആ മങ്കി എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതൊക്കെ ആരെ കുറിച്ചാണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ബസ് പോയി എന്ന് പറയും, ആ ബസ് പോയിന്റ് ഒബ്ജക്റ്റ് ആണ്. ഒരു കാർ ഓവർടേക്ക് ചെയ്യുന്നു എന്ന് പറയും, ഇതൊക്കെ പോയിന്റ് ഒബ്ജക്റ്റുകളാണ്. കാരണം നമ്മൾ ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട്. ആദ്യത്തെ ട്രെയിനും രണ്ടാമത്തെ സർക്കുലാർ മോഷനിലുള്ള മങ്കിയും എന്താണ്? പോയിന്റ് ഒബ്ജക്റ്റ് ആണെന്ന് നമുക്ക് കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാനിവിടെ പിക്ചർ വരച്ചിട്ടാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും പോയിന്റ് ഒബ്ജക്റ്റ് ആണ്, സിയും ഡിയും അല്ല. സി എന്താണെന്ന് നോക്കാം. ഒരു ബോൾ നമ്മൾ ക്രിക്കറ്റിലുള്ള പോലെ തന്നെ അത് പിച്ച് ചെയ്തപ്പോൾ ആ പിച്ച് ചെയ്യുന്ന ആ പോയിന്റിനെ കുറിച്ചാണ് അതിൽ ഡിസ്ക്രിപ്ഷൻ വന്നിട്ടുള്ളത്. ആ പിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ടേൺ ചെയ്തു പോയി. അപ്പോൾ അവിടെ ഒരു സ്പിന്നിങ് എഫക്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഒരു ഡിസ്ക്രിപ്ഷനിൽ ആ ബോള് പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. ഇപ്പൊ നോക്കൂ, ആ ബോളിനേക്കാൾ വലുതായ ട്രെയിൻ പോയിന്റ് ഒബ്ജക്റ്റ് ആയി, പക്ഷെ ബോൾ എന്തല്ല? പോയിന്റ് ഒബ്ജക്റ്റ്. അതിന്റെ കാരണങ്ങൾ പറയാം. ഇത് നമ്മളൊരു ബോൾ പിച്ച് ചെയ്തിട്ട് അത് ടേൺ ചെയ്യുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്പിന്നിങ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഒന്ന്, അങ്ങനെ സ്പിൻ ചെയ്യണമെങ്കിൽ അതേത് ബോഡിയാണെന്ന് നോക്കണം. ഇപ്പൊ നമ്മൾ ഒരു ബോള് സ്പിൻ ചെയ്യുന്ന പോലെ ആവൂല കുറച്ചും കൂടെ വലിയ ബോള്, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ആ സ്പിന്നിങ് അല്ലെങ്കിൽ ആ ടേണിങ് എഫക്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ബോളിൻ്റെ ഷേപ്പിനെ നോക്കണം, ആ സർഫസ് നോക്കണം. അപ്പോൾ ആ ബോളിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മളിത് പോയിന്റ് ഒബ്ജക്റ്റ് ആക്കുന്നതും അല്ലാതാക്കുന്നതും. അപ്പോൾ മൂന്നാമത്തത് എന്തല്ല? പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. നാലാമത്തത്, ഒരു ടേബിൾ ഉണ്ട്.
ഇതാ അവിടെ കിടക്കുന്ന ടേബിൾ. ഈ ടേബിളിൽ നമ്മളൊരു വെസൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന ടേബിൾ, അതിലൊരു വലിയൊരു പാത്രം വെച്ചിരിക്കണം. ഈ പാത്രം താഴെ വീണാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സിലുള്ള ടേബിളും ആ ടേബിളിന് മുകളിലുള്ള പാത്രവും താഴെ വീഴുമ്പോൾ ഈ താഴെ വീഴുന്ന ഈ ദൂരം അത്ര വലുതല്ല. അപ്പൊ ആ പാത്രം തന്നെ ചിലപ്പോൾ ഒരു 5 പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ ദൂരം കവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ വെസൽ എന്തല്ല, പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. ഇതാണ് ഇപ്പൊ നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ NCERT-യിൽ ഒരു ചോദ്യം ചെയ്തു കഴിഞ്ഞു. നമുക്ക് പറയാം എന്ത്, നമ്മളെ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു കേട്ടോ, ഒന്നൊന്നുമല്ല, നമ്മളിനി കുറച്ച് കൂടുതൽ ചെയ്യും. അപ്പോൾ ട്രെയിന് 2 സ്റ്റേഷനുകൾക്കിടയിൽ എന്തായിരുന്നു, പോയിന്റ് ഒബ്ജക്റ്റ് ആയി. സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർക്കുലാർ മോഷനിൽ ഇരിക്കുന്ന ഒരാളുടെ പിന്നിലിരിക്കുന്ന മങ്കി, അതും എന്തായി, പോയിന്റ് ഒബ്ജക്റ്റ് ആയി. പക്ഷേ സ്പിൻ ചെയ്ത ഒരു ബോള്, സ്പിൻ ചെയ്ത ബോളുകളെല്ലാം പോയിന്റ് ഒബ്ജക്റ്റ് അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ ടേണിങ് എഫക്റ്റ് ഉണ്ടായ ആ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ പോയിന്റ് ഒബ്ജക്റ്റ് അല്ല ആ ബോള്. അടുത്തത് നമ്മൾ സാധാരണ കാണുന്ന ടേബിളിൽ നിന്ന് ഒരു പാത്രം താഴെ വീഴുമ്പോൾ അതെന്തല്ല, പോയിന്റ് ഒബ്ജക്റ്റ് അല്ല. ഇപ്പൊ നമുക്ക് പോയിന്റ് ഒബ്ജക്റ്റിന്റെ ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് അടുത്തത് എന്ത് വേണം, പൊസിഷൻ. നമുക്ക് ഈ ബോഡി മോഷനൊക്കെ പറയണമെങ്കിൽ പൊസിഷൻ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു ബോഡിയുടെ പൊസിഷൻ പറയണമെങ്കിൽ ആദ്യം കോർഡിനേറ്റ് സിസ്റ്റം വേണം. റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് കൂടിയിട്ടുള്ള ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ പൊസിഷൻ പറയാം. നമുക്കറിയാം ഈ 3 ആക്സിസുകൾ കൂടിച്ചേരുന്ന ഇവനാണ് ആര്, ഒറിജിൻ എന്ന് പറയുന്നത്. ഈ ഒറിജിനാണ് നമ്മുടെ റഫറൻസ് പോയിന്റ് ആയിട്ട് വരിക. ഈ റഫറൻസ് പോയിന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ ഒറിജിനിൽ നിന്ന് എത്ര അകലെയാണ് എന്നുള്ളത് ചേർത്തിട്ടാണ് നമ്മുടെ ഒരാളുടെ പൊസിഷൻ പറയുക. അപ്പോൾ നമുക്ക് ഒരാളുടെ പൊസിഷൻ പറയണമെങ്കിൽ ഒരു റെക്ടാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റവും അതോടൊപ്പം റഫറൻസ് പോയിന്റ് ആയിട്ടുള്ള ഒറിജിനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ എന്ത് പറയാം, പൊസിഷൻ പറയാം. ഇപ്പൊ നോക്കൂ, ഒരാള് എക്സ് ആക്സിസിലാണ് ഇങ്ങനെ മൂവ് ചെയ്തത് എന്ന് കരുതുക. ഇങ്ങനെ എക്സ് ആക്സിസിൽ മാത്രമാണ് മൂവ് ചെയ്തതെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ലൈനിലാണ് പോകുന്നത്. അവിടെ മാറുന്നത് ആര് മാത്രമേ ഉള്ളൂ, എക്സ് കോർഡിനേറ്റ് മാത്രമേ മാറുള്ളൂ. അങ്ങനെ എക്സിൽ മാത്രമേ പോയിട്ടുള്ളൂ എങ്കിൽ അതിനെ അടയാളപ്പെടുത്താൻ നമുക്ക് ഏത് കോർഡിനേറ്റ് മാത്രം മതി, എക്സ് കോർഡിനേറ്റ് മാത്രം മതി. പക്ഷേ അത് വൈയിലും കൂടെ പോയി കഴിഞ്ഞാൽ നോക്കൂ, അപ്പൊ അതൊരു പ്ലെയിനിലെ മോഷനായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര കോർഡിനേറ്റ്സ് വേണം, 2 കോർഡിനേറ്റ്സ് വേണ്ടി വരും. ഇനി എക്സിൽ പോയി വൈയിൽ പോയി ഇങ്ങനെതാ ഇവിടെ ഈ ഒരു പോയിന്റ്, ഇതൊരു സ്പേസിലാണ്, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് വേണമെങ്കിൽ, അപ്പൊ നമുക്ക് സ്പേസിലുള്ള ഒരു കോർഡിനേറ്റ് വേണമെങ്കിൽ എക്സിൽ പോയി വൈയിൽ പോയി ഇസഡിൽ എത്തണം. അപ്പൊ എത്ര കോർഡിനേറ്റ്സ് വേണം, 3 കോർഡിനേറ്റ്സ് വേണം. എക്സ് കോമ വൈ കോമ ഇസഡ് വേണം. ഇത് നമ്മൾ മാത്സിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെപ്പറ്റി നമ്മളൊന്ന് പഠിക്കുന്നുമുണ്ട്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരാൾ റെസ്റ്റിലാണോ അതോ മോഷനിലാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇതിനെ നോക്കി കാണുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഭൂമിയിൽ നിൽക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിലൊക്കെ നിൽക്കുമ്പോൾ ഒരു ബസ് പോവുകയാണെങ്കിൽ ആ ബസ്സിനെ നമുക്ക് മോഷനിലാണ് തോന്നുന്നത്, ആ ബസ്സിലുള്ള യാത്രക്കാരും നമുക്ക് മോഷനിലാണ് തോന്നുക. പക്ഷേ ആ ബസ്സിലുള്ള യാത്രക്കാർ തമ്മിൽ നോക്കിയാൽ, ഇപ്പോൾ ഞാൻ ബസ്സിലിരിക്കുന്ന ഒരാളാണെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഒരാളെ കൂടെ ഞാൻ നോക്കിയാൽ അയാൾ എനിക്ക് എന്തിലാ തോന്നുക, റെസ്റ്റിലാണ് തോന്നുക. അപ്പോൾ ആ റെസ്റ്റിൽ തോന്നാനുള്ള കാരണം അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കുന്നതുകൊണ്ടാണ്. പക്ഷെ പുറത്തുള്ള ഒരാൾക്ക് മോഷനിലാ തോന്നിയത്. ഇപ്പോൾ ആ ബസ്സിൽ ഇരിക്കുന്ന ഒരാളെ പുറത്തുള്ള ഒരാൾക്ക് മോഷനിലും അകത്തുള്ള ഒരാൾക്ക് റെസ്റ്റിലും തോന്നി എന്ന് പറഞ്ഞാൽ
ഒരാൾ റെസ്റ്റിലാണോ മോഷനിലാണോ എന്ന് തീരുമാനിക്കുന്നത് ആ ഒബ്സർവ് ചെയ്യണ ആളെയാണ്, അയാളെ അതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എവിടുന്നാണ് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് നമ്മളൊരു ആപേക്ഷികമാണ്. ചില ആൾക്കാർ നമുക്ക് മോഷനിലാണെന്ന് പറയാം, ചിലപ്പോൾ റെസ്റ്റിലാണെന്ന് പറയാം. അത് നോക്കി കാണുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. നമ്മൾ ഇനി ഭാവിയിൽ കേൾക്കാൻ പോകുന്നതാണ് ഇനേർഷ്യൽ ഫ്രെയിം, നോൺ ഇനേർഷ്യൽ ഫ്രെയിം എന്നൊക്കെ. ഇപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ നോക്കിക്കാണുന്ന ആളുകളൊക്കെ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണേ. നമ്മൾ ഭൂമിയിൽ നിൽക്കുന്ന ആളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഭൂമി എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പോൾ ഭൂമിയിൽ നിൽക്കുന്നവരൊക്കെ എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ആളെ മോഷനിലാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഫ്രെയിം ഇനീഷ്യലി നമ്മൾ എല്ലായിടത്തും ചെയ്യുന്നത് ആ ഗ്രൗണ്ടിൽ നിന്നിട്ടാണ്, ഭൂമിയിൽ നിന്നിട്ടാണ്. ഭൂമി റെസ്റ്റിലാണെന്ന കൺസെപ്റ്റിലാണ്. ഇത് മാറിയിട്ടുള്ളതും കൂടെ വരും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ് മോഷൻ എന്ന ഒരു ഭാഗം തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. റിലേറ്റീവ് മോഷൻ അത് നമുക്കത് വരുമ്പോൾ പറയാം. പൊസിഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞിരുന്നത് അല്ലേ. കോർഡിനേറ്റ് സിസ്റ്റം വേണം, അതിനൊരു റെഫറൻസ് പോയിന്റ്, ഒറിജിൻ അതൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നോക്കിയാൽ റെസ്റ്റ്. ഒരു ബോഡി എപ്പോഴാണ് റെസ്റ്റിലാണെന്ന് പറയുക? ഒരു ബോഡി റെസ്റ്റിലാണെന്ന് പറയണമെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ഈ ചുറ്റുഭാഗത്തുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നുണ്ടെന്ന് കരുതുക, ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്നും മൂവ് ചെയ്യുന്നില്ല, എൻ്റെ ചുറ്റുപാടുള്ള ഒന്നും തന്നെ മൂവ് ചെയ്യുന്നില്ലെങ്കിൽ, എൻ്റെ പൊസിഷൻ എൻ്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ഞാൻ എന്തിലാണെന്ന് പറയാം? റെസ്റ്റിൽ. വളരെ സിമ്പിളായിട്ട് പറയാവുന്ന കാര്യങ്ങൾ. If the position does not change with respect to the surroundings. If the position does not change with respect to the surroundings. അതിനെയാണ് നമ്മൾ റെസ്റ്റിലാണെന്ന് പറയുക. പക്ഷേ അവിടെ 2 പോയിന്റ് ഇട്ട് കണ്ടോ നിങ്ങൾ? ഇപ്പം ഞാൻ ആ പറഞ്ഞ കാര്യമാണ് അവിടെ ഡെഫിനിഷനായിട്ട് വന്നത്. അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ആ റെസ്റ്റ് ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രെയിം ഓഫ് റെഫറൻസ്. ഒരാൾക്ക് ചിലപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാവും, വേറെ ആൾ നോക്കി കാണുമ്പോൾ ചിലപ്പോൾ എന്തായിക്കൊള്ളുന്നില്ല, റെസ്റ്റിലാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, റെസ്റ്റ് എന്നുള്ളതൊക്കെ ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. എന്തായാലും റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ പൊസിഷൻ ഓഫ് എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ്. സമയം കടന്നു പോകുമ്പോൾ ചുറ്റുപാടുകളുമായിട്ട് അതിൻ്റെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ അത് റെസ്റ്റിലാണെന്ന് പറയാം. അപ്പോൾ മോഷണോ? ആ സറൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ അത് മോഷനിലാണെന്ന് പറയാം. അതേപോലെ തന്നെ ഇതും ആരെ ഡിപ്പെൻഡ് ചെയ്യും? ഫ്രെയിം ഓഫ് റെഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. വളരെ സിമ്പിളാണ്. ഇനി നമ്മൾ കുറച്ച് ടൈപ്സ് ഓഫ് മോഷൻസ് കാണാൻ പോവുകയാണ്. അപ്പോൾ മോഷൻ നമ്മൾ ഒന്ന് നോക്കി വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്കൊന്ന് തരംതിരിക്കാവുന്നത്, ഒന്ന് ഞാനിവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും, 1D 2D 3D. 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ. ഇതാണ്, അതുകൊണ്ട് ഞാൻ ചുരുക്കിയിട്ടാണ് എഴുതിയത്. നോക്കാം. 1 ഡയമെൻഷണൽ മോഷൻ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് അവിടെ താഴെ എഴുതിയ കാണാൻ പറ്റും. ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെയാണ് പോകുന്നതെങ്കിൽ അതാണ് ആര്? 1 ഡയമെൻഷണൽ മോഷൻ. മറിച്ച് ഇങ്ങനെ ഒരു പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതാണ് ആര്? 2 ഡയമെൻഷണൽ മോഷൻ. സ്പേസിലാണ് മൂവ് ചെയ്യുന്നതെങ്കിലോ 3 ഡയമെൻഷണൽ മോഷൻ. സ്ട്രൈറ്റ് ലൈന് 1 ഡയമെൻഷണൽ മോഷൻ, പ്ലെയിനില് 2 ഡയമെൻഷണൽ മോഷൻ, സ്പേസില് 3 ഡയമെൻഷണൽ മോഷൻ ആണ് വരിക. ഇനി നമ്മൾ ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 1 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ ഇതിന്റെ ഒരു കോർഡിനേറ്റ് മാറുള്ളൂ. നമ്മൾ ആ എക്സില് എന്ന് പറഞ്ഞല്ലോ, ഒരു കോർഡിനേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. 2 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ 2 കോർഡിനേറ്റ്സ് മാറും. 3 ഡയമെൻഷണൽ മോഷൻ ആണെങ്കിൽ 3 കോർഡിനേറ്റ്സ് മാറും. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഞാനത് ക്വസ്റ്റ്യൻ ഇടും. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ 1 ഡയമെൻഷൻ, 2 ഡയമെൻഷൻ ആൻഡ് 3 ഡയമെൻഷണൽ മോഷൻ. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ 1 ഡയമെൻഷൻ, ഒരു പ്ലെയിനിലാണെങ്കിൽ 2 ഡയമെൻഷൻ, സ്പേസിലാണെങ്കിൽ 3 ഡയമെൻഷൻ. ഒരൊറ്റ കോർഡിനേറ്റ് മാറുന്നത് 1 ഡയമെൻഷൻ, 3 കോർഡിനേറ്റ് മാറുന്നത് 3 ഡയമെൻഷൻ, 2 കോർഡിനേറ്റ് മാത്രം മാറുന്നത് 2 ഡയമെൻഷൻ. ഇനി അവസാനമായിട്ട്
ഇതിലെ എക്സാമ്പിൾസ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നോക്കാം. ഞാൻ ആദ്യം അവിടെ വരച്ചിട്ടുള്ള ഈ പിക്ചർ നോക്കാം. പിക്ചർ നോക്കിയിട്ട് ചിരിക്കരുത് കേട്ടോ. എനിക്ക് കഴിയാവുന്ന ഒരു വിധത്തിലാണ് ഞാൻ ആ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. നോക്കൂ, ഇവിടെ ഒരു സ്ട്രൈറ്റ് റോഡിൽ, ഒരു ലെവൽ റോഡിൽ ഒരു കാർ ഇങ്ങനെ പോവാണെന്ന് കരുതുക. ഡയറക്ഷൻസ് ഒന്നും മാറാതെ ഒരു നേർരേഖയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഒരേ സ്ട്രൈറ്റ് റോഡിൽ ഇങ്ങനെ പോവാം. നിങ്ങൾ തന്നെ ഒന്ന് പറയൂ, അത് ഏതാവുന്നുള്ളത്? 1D ആണോ, 2D ആണോ, 3D ആണോ? ഞാനിവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾ മനസ്സിൽ വരുന്നത് എന്തോ അതാണോ എന്ന് നോക്കുക. നോക്കാം. അടുത്തത്, 2 ക്ലാമ്പുകൾക്കിടയിൽ ഞാനൊരു സ്ട്രിങ് കെട്ടിയിട്ടുണ്ട്. ഇതിലൊരു ഇൻസെക്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിലൂടെ മാത്രമാണ് പോണത്. അത് ഞാൻ അവിടെ അത് ഏതാണെന്ന് എഴുതാം. നിങ്ങളെ മനസ്സിലും വന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ വേറൊരു ചിത്രം വരച്ചിട്ടുണ്ട്, കണ്ടോ നിങ്ങള്? പണ്ട് ന്യൂട്ടന്റെ തലയിൽ വീണ ആപ്പിളാണത്. ആ ആപ്പിള് നേരെ താഴോട്ട് ഇത് അങ്ങനെ ഗ്രാവിറ്റിയിൽ ഇങ്ങനെ വരികയാണ്. അതേതാണെന്ന് നോക്കാം. വീണ്ടും നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക, അതേതാണെന്ന് ഞാൻ അവിടെ എഴുതുന്നുണ്ട്, മനസ്സിൽ പറയാം. നോക്കാം. അപ്പൊ ഈ 3 എക്സാമ്പിളുകളും ഏതിനുള്ളതാണ്? 1 ഡയമെൻഷണൽ മോഷൻ ഉള്ളതാണ്. ഇനി നോക്കൂ, നമ്മള് ക്ലോക്കിലെ ഒരു സൂചി എടുക്കുക. ആ സൂചി ഇങ്ങനെ മൂവ് ചെയ്യുന്നത് സർക്കുലാർ മോഷൻ ആണ്. അപ്പൊ ആ സൂചി നോക്കൂ, അതൊരു പ്ലെയിനിലാ കറങ്ങണത്. ആ പ്ലെയിനിൽ കറങ്ങുമ്പോൾ ആ പ്ലെയിന് വിട്ടു പോകുന്നില്ല. അപ്പൊ ഏതായിരിക്കും മോഷൻ? 2 ഡയമെൻഷണൽ മോഷനാണ്. അപ്പൊ നമ്മള് 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് സർക്കുലാർ മോഷൻ, അടുത്തതാണ് പ്രൊജക്ടൈൽ മോഷൻ. അതെന്താന്ന് ഞാൻ പറയാം. ഇതാണ് നമ്മളെ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ചാപ്റ്റർ. തൊട്ടടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് സർക്കുലാർ മോഷനും പ്രൊജക്ടൈൽ മോഷനുമാണ്. അപ്പോൾ 2 ഡയമെൻഷണൽ മോഷന്റെ ഒരു എക്സാമ്പിൾ ആരാ? സർക്കുലാർ മോഷൻ. അപ്പൊ ഞാൻ ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ കറക്കുകയാണെന്ന് കരുതുക. ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ ഒരു സർക്കുലാർ മോഷൻ കിട്ടും. അത് 2 ഡയമെൻഷനിലാണ്. ഇനി സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണെന്ന് കരുതുക. ആ ഭൂമി കറങ്ങുന്നതും എന്താണ്? സർക്കുലാർ മോഷൻ ആണ്, അഥവാ 2 ഡയമെൻഷൻ ആണ്. ഇപ്പോ ഇത് ഞാനൊരു ന്യൂക്ലിയസ് ആയി കരുതി. ഇതിനു ചുറ്റും ഇലക്ട്രോൺ ഇതാ ഇങ്ങനെ കറങ്ങുക. അതോ 2 ഡയമെൻഷണൽ മോഷൻ. അപ്പൊ 2 ഡയമെൻഷണൽ മോഷനുള്ള ഒരു എക്സാമ്പിൾ ആണ് ആര്? സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൊജക്ടൈൽ മോഷൻ. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളൊരു കല്ല് എറിഞ്ഞു കഴിഞ്ഞാൽ നേരെ മുകൾക്കല്ല, ഒന്ന് ചെരിച്ചിട്ട് ഇൻക്ലൈൻഡ് ആയിട്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ അത് പോകുന്ന പാത്ത് ഇതാ ഇങ്ങനെയാണ്. അതുങ്ങൾ എങ്ങോട്ട്, നമുക്കത് സാധാരണ തോന്നുക അത് സ്പേസിലാണെന്നാണ്. പക്ഷെ ആ പോയ പോക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളൊരു ചൂരൽ ഇങ്ങോട്ട് വളച്ചു പിടിച്ച പോലെയാവും. ഇങ്ങനെ അത് പോവാ, അതൊരു പ്ലെയിനില്ല. അപ്പൊ നമ്മളൊരു കല്ലെറിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെയാണ് കല്ലെറിഞ്ഞതെങ്കിൽ ഈ ബോർഡ് ഞാൻ ചരിച്ചിട്ട് അവിടെ വെച്ച് കൊടുത്താൽ അതൊരു പ്ലെയിനിലായിരിക്കും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഒരു കല്ലെറിയുന്നത്, ക്രിക്കറ്റ് ബോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ 6 പോണത്, ഇതൊക്കെ 2 ഡയമെൻഷനിലാണ്. അങ്ങനത്തെ ഗ്രാവിറ്റിയിൽ നമ്മൾ എറിയണ ആ മോഷനെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കുറെ ചോദിക്കൂട്ടോ. കല്ലെറിയുന്നത് നമ്മൾ 3 ഡയമെൻഷനൽ അല്ല, അതൊരു പ്ലെയിനിലാ വരിക. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് 6 അടിക്കുന്നത് ഒരു പ്ലെയിനിലാ വരിക. 6 അടിക്കുന്നത് ഒരു പ്ലെയിനിലാണ്. അത് ചിലപ്പോ ഒന്ന് മാറാം. ഇപ്പൊ നമ്മൾ ഫുട്ബോൾ ആണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഈ 6 അടിച്ചാൽ പോണ രീതിയിലാണ് പോവുക. പക്ഷെ മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നിങ്ങള് ബനാന കിക്ക് കേട്ടിട്ടില്ലേ? കാർലോസിന്റെ ബനാന കിക്ക് അടിച്ച സമയത്ത് ആ ഫ്രീ കിക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ പോണതിന് പകരം ഇതിങ്ങനെ ചെരിഞ്ഞിട്ട് ഇങ്ങനെയാ കയറിയത്. അത് 3 ഡയമെൻഷനിലാണ്. അത് ആ ഒരു പ്ലെയിനിൽ നിന്നൊന്ന് മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് അതെന്താണ്? 3 ഡയമെൻഷൻ. ബനാന കിക്ക്. അതേപോലെ തന്നെ നമ്മൾ ആരുത്, റൊണാൾഡിനോന്റെ കരീല കിക്ക് കേട്ടിട്ടില്ലേ? ഇതൊക്കെ 3 ഡയമെൻഷനിലാണ്. സാധാരണ ഡീവിയേഷൻ വരാതെ നേരെ നമ്മളൊരു ഫ്രീ കിക്ക് എടുത്താലോ അത് 2 ഡയമെൻഷനിലാണ്. ഒന്ന് കർവ്ഡ് ആയി കഴിഞ്ഞാലോ അത് 3 ഡയമെൻഷനിലായിട്ട് മാറും. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ നേരെ എറിയണത് കേട്ടോ. പിന്നെ അതേപോലെ ഒരു ടേബിളില് ഒരാൾ ഇങ്ങനെ എഴഞ്ഞു പോവുകയാണെങ്കിൽ അതും എന്താണ്? 2 ഡയമെൻഷണൽ മോഷൻ ആണ്. ഒരു പ്ലെയിനിലാണല്ലോ.
അടുത്തത് വരുന്നത് 3 ഡയമെൻഷണൽ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ നമ്മളെ സാധാരണ പക്ഷികളൊക്കെ പറന്നു പോകുന്നത്, അതേപോലെ തന്നെ ബേർഡ്സ് ഒക്കെ ഇൻസെക്ട് പോകുന്നത്. ഇപ്പം ഞാനൊരു സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോവാണ്, അത് കയറി ഇങ്ങനെ തിരിഞ്ഞ് ഒക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? 3 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളുകളും കാര്യങ്ങളും ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് ശരിക്കും നോക്കുക കേട്ടോ.